ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് ട്യൂട്ടർ. കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബാങ്കിങ്ങിൻ്റെ ഒരു ക്ലാസ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് കാണുന്നതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് എൻഷുർ സേഫ്റ്റി ഓഫ് പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക്? വാട്ട് എൻഷുർ സേഫ്റ്റി ഓഫ് പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക്? ഒരു ചെക്കിൻ്റെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട സേഫ്റ്റി ഉറപ്പാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ എൻഡോഴ്സ്മെൻറ്റ്, ഓപ്ഷൻ ബി നെഗോഷിയേഷൻ, ഓപ്ഷൻ സി ക്രോസിംഗ്, ഓപ്ഷൻ ഡി ട്രാൻസ്ഫറബിലിറ്റി. ആൻസർ ഓപ്ഷൻ സി ക്രോസിംഗ്. ഒരു ചെക്കിന്മേൽ ക്രോസിംഗ് നടത്തുകയാണെങ്കിൽ ആ ചെക്കിന്മേലുള്ള പേയ്മെൻറ്റ് സുരക്ഷിതമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് അതർവൈസ് കോൾഡ് ടൈം ഡെപ്പോസിറ്റ്? ടൈം ഡെപ്പോസിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ കറൻറ്റ്, ഓപ്ഷൻ ബി സേവിങ്സ്, ഓപ്ഷൻ സി റക്കറിംഗ്, ഓപ്ഷൻ ഡി ഫിക്സഡ്. ആൻസർ ഓപ്ഷൻ ഡി ഫിക്സഡ്. ഫിക്സഡ് ഡിപ്പോസിറ്റിനെയാണ് ടൈം ഡിപ്പോസിറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പേപ്പർ അറ്റാച്ച്ഡ് ഫോർ എൻഡോഴ്സ്മെൻറ്റ് കോൾഡ്? വാട്ട് ഈസ് ദ പേപ്പർ അറ്റാച്ച്ഡ് ഫോർ എൻഡോഴ്സ്മെൻറ്റ് കോൾഡ്? എൻഡോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എൻഡോഴ്സ്മെൻറ്റ്, അതായത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മറുപുറം തികയാതെ വരുന്ന സമയത്ത് അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന തുണ്ടു പേപ്പറിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ പ്രൊനോട്ട്, ഓപ്ഷൻ ബി സ്ലിപ്പ്, ഓപ്ഷൻ സി അലോഞ്ച്, ഓപ്ഷൻ ഡി ചെല്ലാൻ. ആൻസർ ഓപ്ഷൻ സി അലോഞ്ച്. അലോഞ്ച് എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത് ഫ്രഞ്ച് വേർഡായ അലോഞ്ച് എന്ന വാക്കിൽ നിന്നാണ്. ഇതിൻ്റെ മീനിങ് ടു ബി ലെങ്തൻഡ്, കുറച്ചുകൂടെ നീളം വരാൻ വേണ്ടിയിട്ട് പിൻ ചെയ്യുന്ന പേപ്പറാണ് അലോഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ: എ ചെക്ക് വിച്ച് ഈസ് ടോൺ ഇൻ ടു പീസസ് ഈസ് കോൾഡ് ഡാഷ് ചെക്ക്. ഒരു ചെക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കീറിപ്പോയി കഴിഞ്ഞാൽ ആ ചെക്കിനെ വിളിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ പോസ്റ്റ് ഡേറ്റഡ്, ഓപ്ഷൻ ബി ആൻറ്റി ഡേറ്റഡ്, ഓപ്ഷൻ സി സ്റ്റെയിൽ ചെക്ക്, ഓപ്ഷൻ ഡി മ്യൂച്വലേറ്റഡ് ചെക്ക്. ആൻസർ ഓപ്ഷൻ ഡി മ്യൂച്വലേറ്റഡ് ചെക്ക്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് ഡ്രോൺ ബൈ എ. ബാങ്ക് ഡ്രാഫ്റ്റ് എഴുതുന്നത് ആരാണ്? ഓപ്ഷൻ എ ഡിപ്പോസിറ്റർ, ഓപ്ഷൻ ബി കസ്റ്റമർ, ഓപ്ഷൻ സി ബോറോവർ, ഓപ്ഷൻ ഡി ബാങ്ക്. ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾക്കിടയിൽ എഴുതപ്പെടുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ അത് എഴുതുന്നത് ബാങ്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ പേഴ്സൺ ടു ഹും ദ പേയ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ്. ഏത് വ്യക്തിക്കാണോ പേയ്മെൻറ്റ് നടത്തുന്നത് ആ വ്യക്തി അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഡ്രോയർ, ഓപ്ഷൻ ബി പേയി, ഓപ്ഷൻ സി ഡ്രോയി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി പേയി. അടുത്ത ക്വസ്റ്റ്യൻ: അനദർ നെയിം ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഈസ് ഡാഷ് ക്രെഡിറ്റ് കൺട്രോൾ. നമുക്കറിയാം എന്താണ്? RBI ഫോളോ ചെയ്യുന്ന രണ്ട് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും. ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് കൺട്രോൾ അറിയപ്പെടുന്ന വേറൊരു പേരെന്താണ്? ഓപ്ഷൻ എ ജനറൽ, ഓപ്ഷൻ ബി സെൻട്രൽ, ഓപ്ഷൻ സി സ്പെസിഫിക്, ഓപ്ഷൻ ഡി സ്പെഷ്യൽ. ആൻസർ ഓപ്ഷൻ എ ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വിദേശ നാണ്യത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ RBI, ഓപ്ഷൻ ബി SBI, ഓപ്ഷൻ സി ICICI, ഓപ്ഷൻ ഡി IDBI. ആൻസർ ഓപ്ഷൻ എ RBI. അടുത്ത ക്വസ്റ്റ്യൻ: ക്രെഡിറ്റ് ക്രിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ. ക്രെഡിറ്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ SLR, ഓപ്ഷൻ ബി CRR, ഓപ്ഷൻ സി ഓവർ ഡ്രാഫ്റ്റ്, ഓപ്ഷൻ ഡി ലെൻഡിങ് ലിമിറ്റ്സ്. ആൻസർ ഓപ്ഷൻ ബി CRR. ക്യാഷ് റിസർവ് റേഷ്യോയാണ് ക്രെഡിറ്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഡാഷ് ബാങ്ക്സ് ആർ ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്. താഴെ പറയുന്നവയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്ന പേരിലും അറിയപ്പെടുന്നത് ഏത് ബാങ്കാണ്? ഓപ്ഷൻ എ എക്സ്ചേഞ്ച് ബാങ്ക്, ഓപ്ഷൻ ബി കൊമേഴ്ഷ്യൽ ബാങ്ക്, ഓപ്ഷൻ സി ഇൻഡസ്ട്രിയൽ ബാങ്ക്, ഓപ്ഷൻ ഡി അഗ്രികൾച്ചർ ബാങ്ക്. ആൻസർ ഓപ്ഷൻ സി ഇൻഡസ്ട്രിയൽ ബാങ്ക്.
ഇൻഡസ്ട്രിയൽ ബാങ്ക് അഥവാ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഒറിജിനേറ്റ് ചെയ്ത രാജ്യമാണ് ജർമ്മനി. അടുത്ത ക്വസ്റ്റ്യൻ, എൻഡോഴ്സ്മെന്റ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് NI ആക്ട്. എൻഡോഴ്സ്മെന്റ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 ഏത് സെക്ഷനിലാണ് എൻഡോഴ്സ്മെന്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ പഠിക്കേണ്ട ഒരു സെക്ഷനാണ് എൻഡോഴ്സ്മെന്റ്. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 20. ആൻസർ ഓപ്ഷൻ ബി 15. അടുത്ത ക്വസ്റ്റ്യൻ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി എൻഡോഴ്സ്ഡ് മാക്സിമം ടു ഡാഷ് ടൈംസ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് മാക്സിമം എത്ര തവണ എൻഡോഴ്സ് ചെയ്യപ്പെടാം? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി നോ ലിമിറ്റ്. ആൻസർ നോ ലിമിറ്റ് ആണ്. പക്ഷേ എങ്കിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, എൻഡോഴ്സ്മെന്റ് നടത്താം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എത്ര തവണ വേണമെങ്കിലും എൻഡോഴ്സ്മെന്റ് നടത്താം. പക്ഷേ ഒരു കാര്യം, വിത്തിൻ ദ മച്യൂരിറ്റി പീരീഡ്, മച്യൂരിറ്റി പീരീഡിനുള്ളിൽ നിന്നുകൊണ്ട് എത്ര തവണ വേണമെങ്കിലും എൻഡോഴ്സ് ചെയ്യാം, അതിന് പരിധിയില്ല. പക്ഷേ മച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ല. അന്നേരം എന്താണ് പഠിച്ചു വെക്കേണ്ടത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എത്ര തവണ വേണമെങ്കിലും എൻഡോഴ്സ് ചെയ്യാം. എന്താണ്? വിത്തിൻ ദ മച്യൂരിറ്റി പീരീഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് അക്കൗണ്ട് ഈസ് എ റണ്ണിങ് അക്കൗണ്ട്. താഴെ പറയുന്നവയിൽ റണ്ണിങ് അക്കൗണ്ട് ഏതാണ്? ഓപ്ഷൻ എ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ബി കറന്റ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ സി സേവിങ്സ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ഡി റെക്കറിംഗ് ഡെപ്പോസിറ്റ്. റണ്ണിങ് അക്കൗണ്ട്, ഓടി പോകുന്ന അക്കൗണ്ട് എന്ന് ഓർത്താൽ മതി. അതേതാണ്? കറന്റ് അക്കൗണ്ട് ആണ്. കറന്റ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദ ബാങ്കർ ഈസ് സഫിഷ്യന്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട്. താഴെ പറയുന്നവയിൽ ബാങ്കിന്റെ നെയിം വളരെ അത്യാവശ്യമായിട്ടുള്ളത് എവിടെയാണ്? ഓപ്ഷൻ എ ജനറൽ ക്രോസിംഗ്, ഓപ്ഷൻ ബി സ്പെഷ്യൽ ക്രോസിംഗ്, ഓപ്ഷൻ സി കണ്ടീഷണൽ ക്രോസിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി സ്പെഷ്യൽ ക്രോസിംഗ്. നെയിം ഓഫ് ദ ബാങ്ക് മസ്റ്റ് ആയിട്ടുള്ള ക്രോസിംഗ് ആണ് സ്പെഷ്യൽ ക്രോസിംഗ്. 2 ട്രാൻസ്വേഴ്സ് ലൈൻ മസ്റ്റ് ആയിട്ടുള്ള ക്രോസിംഗ് ആണ് ജനറൽ ക്രോസിംഗ്. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ബാങ്കിങ്ങിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണിത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വിചാരം മാത്രം അല്ല എന്ന് ഞാൻ പിന്നെയും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മടിക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.